പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എവിടെയുണ്ട്, എവിടെയില്ല, ഒളിവിനാണോ അല്ലേ, തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിൽ വന്നോ ഇല്ലേ, ഇതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിനിടയിൽ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തക നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ പ്രമുഖരായ വനിതാ മാധ്യമപ്രവർത്തകരിൽ ഒരാളുടെ പേരാണ് ലക്ഷ്മി പത്മ. അവർ കുറച്ച് നാൾ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. പിന്നെ ദി ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, അതിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് കാലമായി ഏറ്റവും തരം താഴ്ന്ന CPM മാപ്രകൾ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിലാണ് അവർ ജോലി ചെയ്യുന്നത്. കൊടിമൂത്ത CPMകാരാണ് അത് കൊണ്ടുപോകുന്നത്. ഒന്ന് സനീഷ് ഇളയിടത്ത്, അയാളും പിന്നെ ഉടുമ്പൻചോലയിൽ അടുത്തവണ MM മണി നിന്നില്ലെങ്കിൽ അവിടുന്ന് മത്സരിക്കണം എന്നാഗ്രഹിക്കുന്ന ഹർഷൻ പൂപ്പാറക്കാരൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരാണ് ആ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ സനീഷ് ഇളയിടത്ത് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കുറച്ച് മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു, അതിനകത്ത് ഞാൻ അയാളെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഈ CPMകാർ നടത്തുന്ന ന്യൂസ് മലയാളത്തിലാണ് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുന്നത്. അവരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചതായി ആരോപണം ഉയർന്നിട്ടുള്ള ആ വനിതാ മാധ്യമ പ്രവർത്തകയെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നതിലും അവരെ പരാതി കൊടുപ്പിച്ചതിലുമൊക്കെ തനിക്ക് വലിയ പങ്കുണ്ട് എന്നും അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഒക്കെ കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ ലക്ഷ്മി പത്മ. റിപ്പോർട്ടറിലെ ഒരു മാധ്യമപ്രവർത്തകയും ഈ ലക്ഷ്മി പത്മയുമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മി പത്മ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത്, ഞാൻ മാത്രമല്ല അവളെ കണ്ടത്, കേരള മുഖ്യമന്ത്രിയും അവളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ലവ് എന്ന് പറഞ്ഞൊരു ചിഹ്നവും കൂടിയുണ്ട്. അപ്പോൾ കേരള മുഖ്യമന്ത്രി അവളെ കണ്ടാൽ എന്തൊക്കെയോ അങ്ങ് സംഭവിക്കും എന്ന് കരുതി വശായി നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ലക്ഷ്മി പത്മ. അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ ഇരയെ കണ്ടുപോലും അതെന്തോ വലിയ കാര്യമായിട്ടാണ് ഈ ലക്ഷ്മി പത്മ ഇങ്ങനെ പറയുന്നത്. ആ ലക്ഷ്മി പത്മയെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് ലക്ഷ്മി പത്മയോട് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു മുൻ MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള CPMൻ്റെ ഏറ്റവും സാത്വികനായിട്ടുള്ള ഒരു തീർത്തും മാന്യനായിട്ടുള്ള ഒരു മുൻ MLA ആണ്. അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MLA ആണ്. അദ്ദേഹം ഈ VS പിണറായി പക്ഷ സമരത്തിൽ VSനോടൊപ്പം അവസാനം വരെ ഉറച്ചു നിന്ന ഒരു MLA കൂടിയാണ് അദ്ദേഹം ഇന്നൊരു വൃക്ക രോഗിയാണ്. അത് ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ വഴിയില്ല. അവർ MLA കുറിച്ചൊന്നും അറിയാൻ വഴിയില്ല. അവർ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നിട്ട് എനിക്കറിയില്ല, 10-15 വർഷമൊക്കെ ആയി കാണും. എന്തായാലും ഈ MLA കുറിച്ചിട്ട് അവരറിയാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ അങ്ങനെ ഒരു MLA കണ്ണൂരിൽ ഒരു ബ്രാഞ്ചിലോ ലോക്കൽ കമ്മിറ്റിയിലോ മറ്റോ ആയിട്ട് ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് ലക്ഷ്മി പത്മ ഒന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. വളരെ സാത്വികനും മാന്യനുമായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത്, എനിക്ക് രോഗം തന്നത് ഈ പാർട്ടിയാണ് എന്നാണ്. അതും ലക്ഷ്മി പത്മ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. കാരണം മുഖ്യമന്ത്രി അവളെ കണ്ടപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞ് ധരിച്ച് വശായി വെച്ചിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ലക്ഷ്മി പത്മ എന്നുള്ളതുകൊണ്ട് അവരെ ഒന്നും കണ്ടിരിക്കാനൊരു വലിയ വഴിയൊന്നുമില്ല. MLA കുറിച്ച് കേട്ടിരിക്കാനും വഴിയില്ല. ആ MLA ഒരു വൃക്കരോഗിയായി ഡയാലിസിസ് ഒക്കെ ചെയ്തിങ്ങനെ ജീവിക്കുകയാണ്. ആ MLA ആരാണെന്ന് ചോദിച്ചാൽ, ആ MLA ആണ് തൻ്റെ മകൾക്ക് ഒരു നേതാവിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പാർട്ടിക്ക് പരാതി കൊടുത്തത്.
ആ CPM നേതാവ്, അതായത് ഈ MLA-യുടെ മകളിൽ നിന്ന് മോശമായ മകളോട് മോശമായി ഒരു CPM നേതാവ് പെരുമാറി എന്ന് പറഞ്ഞ് ഈ MLA പാർട്ടിക്ക് പരാതി കൊടുത്തിരുന്നു. ആ CPM നേതാവ് ഈ അവളെ മുഖ്യമന്ത്രിയും കണ്ടപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നുവെന്ന് ലക്ഷ്മി പത്മ ഈ വലിയ വായിലെ പറയുന്ന ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട്. ലക്ഷ്മി പത്മ ഒന്ന് അന്വേഷിക്കണം. അയാളുടെ പേര് പി ശശി എന്നാണ്. ആ പി ശശിക്കെതിരായിട്ടാണ് ഈ MLA അയാളുടെ മകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത്. പി ശശിക്കെതിരെ പല സ്ത്രീകളുടെയും ആരോപണങ്ങൾ ഉയർന്നു വന്നു. അവസാനം 2010 VS അച്യുതാനന്ദന്റെ നിർബന്ധം മൂലം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്തിന്? സ്ത്രീ പീഡന ആരോപണങ്ങളെ തുടർന്ന്. ലക്ഷ്മി പത്മ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം മുഖ്യമന്ത്രി ഇടപെട്ടാൽ എന്തൊക്കെയോ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുമെന്നാണല്ലോ ലക്ഷ്മി പത്മ വിചാരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്മി പത്മ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഒന്നിലധികം സ്ത്രീകളുടെ സ്ത്രീപീഡന ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി ശശി ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് ലക്ഷ്മി പത്മയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞത്. തനിക്ക് പാർട്ടി തന്നതാണ് ഈ രോഗമെന്നും താനിപ്പോൾ ഒരു വൃക്കരോഗിയാണെന്നും താൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നും തനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട MLA ഏതോ ലോക്കൽ കമ്മിറ്റിയിലോ ബ്രാഞ്ച് കമ്മിറ്റിയിലോ ഉണ്ട്, മുൻ MLA അല്ല മുൻ MLA, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞാൽ ഈ അഭിനവ മാധ്യമ പ്രവർത്തക ഒന്ന് മനസ്സിലാക്കണം. ഇനി ലക്ഷ്മി പത്മ പറയുന്നത് എന്താണ്? ഞാൻ മാത്രമല്ല അവളെ കണ്ടത്, മുഖ്യമന്ത്രിയും അവളെ കണ്ടു എന്നാണല്ലോ ഇപ്പോൾ ലക്ഷ്മി പത്മ പറയുന്നത്. ആ ലക്ഷ്മി പത്മയെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഇര മുഖ്യമന്ത്രിയെ കണ്ടതിലാണല്ലോ ലക്ഷ്മി പത്മ ഇങ്ങനെ ആവേശം കൊള്ളുന്നത്. ആ ലക്ഷ്മി പത്മയോട് എനിക്ക് പറയാനുള്ളത്, വേറൊരു ഇര, ലൈംഗിക പീഡന കേസിലെ വേറൊരു ഇര ഈ പറയുന്ന വലിയ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് ലക്ഷ്മി പത്മ അറിഞ്ഞാണെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരാണെന്ന് അറിയാമോ ലക്ഷ്മി പത്മയ്ക്ക്? അത് വേടൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡകൻ. അയാൾ പീഡിപ്പിച്ച ഒന്നിലധികം ഇരകളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 3 പേരുണ്ട്, അതിൽ 2 പേരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വേടൻ എന്ന് പറഞ്ഞ സ്ത്രീ പീഡകൻ പീഡിപ്പിച്ച ഇരയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ വേടൻ എന്ന് പറഞ്ഞ സ്ത്രീ പീഡകൻ പീഡിപ്പിച്ച ഇരകളുടെ ദുരനുഭവം എന്തായിരുന്നു എന്നുള്ളത് ലക്ഷ്മി പത്മ അന്വേഷിച്ചിട്ട് അറിയാഞ്ഞിട്ടും ഉണ്ടായിരിക്കാനാണ് സാധ്യത. എന്നാലും ഞാൻ എൻ്റെ അറിവിലേക്ക് പറയുകയാണ്, അതിഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനം നടത്തുന്നവനാണ് ഈ വേടനെന്നാണ് ആ ഇരകൾ പരാതി പറഞ്ഞത്. പലപ്പോഴും ലൈംഗിക പീഡനം നടത്തുമ്പോൾ രക്തം കാണണം എന്ന് പറഞ്ഞു പോലും നിർബന്ധം പിടിക്കുന്ന ആളായിരുന്നു ഈ വേടൻ എന്നുള്ള നിലയിൽ പോലും ഈ സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ ഇരയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണം പോലെ തന്നെ വേടനെതിരെ വന്ന ആരോപണം അതാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വേറെ 1 ഇരയോ 2 ഇരയോ മറ്റോ ഇയാളുടെ എന്തോ ഗാനങ്ങളെ കുറിച്ചിട്ട് ഗവേഷണം നടത്താൻ വേണ്ടി വന്നവരെ പീഡിപ്പിച്ചതാണ്. അങ്ങനെ 2-3 ഇരകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഇര തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അവരുടെ ഫോൺ നമ്പറുകളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് കിട്ടി. അവരെവിടെയാണ് താമസിക്കുന്നുള്ള വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടി. എന്തിനു പറയുന്നു, ആ ഇര തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി പോലും ഈ വൃത്തികെട്ട നാണം കെട്ട നീചരും നികഷ്ടരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോർത്തി കൊടുത്തു. നാണം കെട്ടവന്മാർ ചോർത്തി കൊടുത്തു. എന്നിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, ABC എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരാൾ ഇരുന്നുകൊണ്ട് ഇതാണ് ആ സ്ത്രീയുടെ പരാതി എന്ന് പറഞ്ഞാൽ പരാതി മുഴുവൻ കൊടുത്തു. അപ്പോഴൊന്നും ഈ ലക്ഷ്മി പത്മ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ലക്ഷ്മി പത്മ ചിലപ്പോൾ അന്ന് വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ട് ഞാൻ കാണാത്തതാണ്, എനിക്കറിയില്ല. അങ്ങനെ ചോർത്തി കൊടുത്തു. അങ്ങനെ ചോർത്തി കൊടുത്ത സ്ത്രീ ഡിപ്രഷനിലേക്ക് പോയി. അവരെന്തോ ഒളിവിൽ പോകുന്ന പോലെ പോകേണ്ടി വന്നു. അത്രയ്ക്ക് നാണം കെട്ടു ആ പീഡിതയായിട്ടുള്ള ഇര. അതിനെ തുറന്നിട്ടാണ് അയാൾക്കെതിരെ ലൈംഗിക പീഡന കേസിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള 1 ഇരയോ 2 ഇരയോ ആണെന്ന് എൻ്റെ ഓർമ്മ. മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു ഇരയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കിയാൽ, ഞങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ വന്ന് കാണാൻ തയ്യാറാണ്, പരാതി തരാൻ തയ്യാറാണെന്നും പറഞ്ഞു 1ലധികം തവണ അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രദീപ് കുമാർ എന്നും പറഞ്ഞ് സാത്വികൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട്. അയാളെയൊക്കെ ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായിരുന്നു. പക്ഷേ
ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചെന്ന് ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രി ഇവരെ കാണാൻ, ഈ ഇരയെ കാണാൻ മുഖ്യമന്ത്രി അവിടെ കാത്തിരുന്ന് അവരെ കണ്ടിട്ട് അവരുടെ പരാതി മേടിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അദ്ദേഹം കൈമാറിയെങ്കിൽ ഈ വേടൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് ആരോപണം ഉന്നയിച്ച 2 പാവപ്പെട്ട ഇരകളുണ്ടല്ലോ, അവരെ കാണാൻ ഈ മുഖ്യമന്ത്രി പുങ്കവൻ തയ്യാറായില്ല ലക്ഷ്മി പത്മേ. എനിക്കറിയില്ല, ലക്ഷ്മി പത്മ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നിരിക്കാനാണ് സാധ്യത. എന്നു മാത്രമല്ല, ഏറ്റവും നീചവും ക്രൂരവും നികൃഷ്ടവുമായിട്ടുള്ള പണി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തത് ലക്ഷ്മി പത്മ അറിഞ്ഞേ മതിയാവൂ. എന്താ ചെയ്തെന്നറിയാവോ? ഈ ഇരകളായിട്ടുള്ള ഈ പെൺകുട്ടികളുടെ പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുത്തു ലക്ഷ്മി പത്മയെ. ആലോചിച്ച് നോക്ക്. ആ പോലീസുകാരന്മാർ, ചെറ്റകൾ, വൃത്തികെട്ടവന്മാർ, നീചർ, നികൃഷ്ടർ എന്താ ചെയ്തെന്നറിയാമോ? അവർ ഈ പെൺകുട്ടികളുടെ ബന്ധുക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു, സമ്മർദ്ദം ചെലുത്തി. അവസാനം പെൺകുട്ടികൾ ഇപ്പോഴെന്തോ ഡിപ്രഷനിലാണെന്നാണ് ലക്ഷ്മി പത്മ ഞാൻ മനസ്സിലാക്കുന്നത്. ആലോചിച്ച് നോക്ക്. നിങ്ങളങ്ങ് ആവേശം കൊള്ളുകയാണല്ലോ. ഇരയെ, അവളെ മുഖ്യമന്ത്രിയും കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ആവേശം കൊള്ളുകയാണല്ലോ. ആവേശം കൊള്ളുന്ന നിങ്ങൾ വേടൻ അതിക്രൂരമായി പീഡിപ്പിച്ച ഈ പെൺകുട്ടികൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ ദുരനുഭവം കൂടി അറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നിരിക്കാനാണ് സാധ്യത. എനിക്കറിയില്ല, ഇനിയിപ്പോൾ അതിനെതിരെ നിങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ ചിലപ്പം പറഞ്ഞാണ്, ഞാൻ അറിയാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഇരയെ കാത്തിരുന്ന് കണ്ട മുഖ്യമന്ത്രി വേടൻ ലൈംഗികമായി പീഡിപ്പിച്ച ഇരകളെ കാണാൻ തയ്യാറായില്ല എന്ന നഗ്ന സത്യം അറിയാൻ ലക്ഷ്മി പത്മ തയ്യാറാവണം. വേടൻ്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ വന്നു, സർക്കാർ അനങ്ങിയില്ല. വേടന് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു, സർക്കാർ മിണ്ടിയില്ല. അവസാനം വേടൻ വിദേശത്ത് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കോടതി ചെന്നു, അപ്പോഴും സർക്കാർ മിണ്ടിയില്ല. വേടൻ ഇപ്പം എന്തോ വിദേശത്താണ്. ആ സ്ത്രീ പീഡകനായിട്ടുള്ള വേടൻ വിദേശത്ത് ചെന്ന് തൻ്റെ സംഗീത പരിപാടികൾ അവിടെ നടത്തി അയാൾ അർമാദിക്കുകയാണ്. അയാൾ അവിടെയും ചില സ്ത്രീപീഡനം നടത്തുന്നുണ്ടോ എന്ന് ആർക്കറിയാം? വേടൻ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അത് ലക്ഷ്മി പത്മയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇര മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങ് ആവേശം കൊള്ളുന്ന ലക്ഷ്മി പത്മ ഈ വേടൻ പീഡിപ്പിച്ച ആ പാവപ്പെട്ട ഇരകൾക്ക് മുഖ്യമന്ത്രി കാണാൻ ഒരു അനുവാദം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ പരാതി പോലീസിൻ്റെ കയ്യിൽ കൊടുത്ത് അവരെ വീണ്ടും പീഡിപ്പിക്കാനാണ്, അവരെ സമ്മർദ്ദത്തിലാക്കാനാണ്, അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനാണ് തയ്യാറായതെന്നുള്ള കാര്യവും കൂടി ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞ ഈ മുതിർന്ന മാധ്യമ പ്രവർത്തക അറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.